ഗൈസ് അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയാൽ നല്ല ആരോഗ്യമുള്ള നല്ല കിടിലം പശുക്കളാണ് കേട്ടോ. നല്ല അടിപൊളി പശുക്കളാണ് നമ്മുടെ അണ്ണൻ്റെ ഉള്ളത്. അണ്ണത് ഏതാ മോഡൽ പറഞ്ഞേ? HF ക്രോസ് ആണ് രണ്ടും അല്ലേ. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള നല്ല അടിപൊളി പശുക്കളാണ്. നല്ല ആരോഗ്യമുള്ള നല്ല പാല് തരുന്ന പശുക്കളാണ് കേട്ടോ. ഒരുപാട് പശുക്കൾ നമ്മുടെ അണ്ണന്റെ ഫാമിലുണ്ട്. ഒരു അട്രാക്ഷൻ ഉള്ള പശുവാണ്. അട്രാക്ഷൻ ഉള്ള പശു ഒന്ന് ഫാമിൽ നിർത്തുന്ന പശുവാണ്. നല്ല ഹൈടെക് ഫാമിൽ നിർത്തുന്ന പശുവാണ്. കുറച്ച് ആൾക്കാർ വന്ന് നല്ല ഹൈടെക് ഫാം ഉണ്ടാവും. അതുപോലെ ഫാമിൽ നിർത്തുന്ന പശുവാ ഇത്. 25 ലിറ്റർ സാലിഡ് 25 ലിറ്റർ കിട്ടും. ഇത് വന്ന് HF ക്രോസ് ചിന്താമണി ബ്രീഡ് എന്ന് പറയും. ഇത് ചിന്താമണി കറുപ്പ് കൂടുതലായിട്ടുള്ള ടൈപ്പ് ചിന്താമണി ബ്രീഡ്. ചിന്താമണി പാലിന്റെ കൊഴുപ്പ് കുറച്ച് കൂടി കിട്ടും. പാല് 20 ലിറ്റർ കമ്മിയിലാണ് കിട്ടും. സാലിഡ് 20 ലിറ്ററിന് മുകളിൽ തന്നെ. പ്രസവിച്ച പശുവാണോ? ഇത് പ്രസവിച്ച പശുവാണ്. ഇതിന് കൊമ്പില്ലല്ലോ. കൊമ്പില്ല, മോള ടൈപ്പാ. കൊമ്പില്ലാതെ മോള ടൈപ്പ് ആണല്ലേ. അതെ. പിന്നെ പല്ല് പിടിച്ച് കാണിച്ചു കൊടുക്കും. ഇതേ ഇങ്ങനെ പല്ല് പിടിച്ച് വീഡിയോ ഇവിടെ കാണിക്കാം. ഇങ്ങനെ പല്ല് പിടിച്ച് ഇങ്ങനെല്ലാം കാണിച്ചു കൊടുക്കും. പല്ല് പിടിച്ച് എത്ര ഹൈറ്റ് ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലല്ല, നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിലുള്ള നമ്മുടെ ഉടുമൽപേട്ടിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് എത്തിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡയറി ഫാം കണ്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ മുമ്പൊരു മണി കണ്ടന്റിന്റെ വീഡിയോ നമ്മൾ പൊള്ളാച്ചിലുള്ളത് ചെയ്തായിരുന്നു. അതേ വീഡിയോ തന്നെയാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ ഫാം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് പശുക്കളെ ഇവിടെ സെയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഫാമിൽ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പശുവിനെ കാണിച്ച് അതിന്റെ എല്ലാ വില വിവരങ്ങളും, അത് എത്ര ലിറ്റർ പാല് തരുന്നു, അതിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും മോഡൽസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മിസ്സാക്കി പോകുന്നതാണ്. അപ്പൊ എന്തായാലും കൂടുതൽ കാഴ്ചകൾക്കായിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിടിലം വെബ്സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. 1win ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. നമുക്ക് ഇതിൽ ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഗെയിം എന്ന് പറയുന്നത് ലക്കി ജെറ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ്. നമ്മുടെ ജെറ്റ് പറന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് പറ്റാവുന്ന പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണം. അതാണ് ഇതിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് UPI വഴിയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ലക്കി ജെറ്റ് എന്ന് പറഞ്ഞ ഗെയിം. നമ്മുടെ ജെറ്റ് പറന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് പരമാവധി പൈസ ഏൺ ചെയ്യാൻ പറ്റണം. വളരെ കുറച്ച് ടൈമുള്ളൂ. അപ്പൊ നമ്മൾ ബെറ്റ് വെക്കാൻ പോകുന്ന തുക എന്ന് പറയുന്നത് 1500 രൂപയാണ് കേട്ടോ. നമ്മൾ ബെറ്റ് വെക്കാൻ പോണത്. അപ്പൊ നമ്മളത് 1500 ഇവിടെ ടൈപ്പ് ചെയ്യാണ്. 1500 പ്ലസ് 1500 ആണ് നമ്മൾ ബെറ്റ് വെക്കാൻ പോകുന്ന തുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് ബെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജെറ്റ് എത്രത്തോളം ഉയരത്തിൽ പോകണം അത്രത്തോളം പൈസ നമുക്ക് ഭയങ്കരമായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റൂട്ടാ. അപ്പൊ നമ്മുടെ ഇവിടെ പൈസ പോണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2000 കടന്നു, 3000 കടന്നുകൊണ്ടിരിക്കുകയാണ്. 4000 ആയിക്കൊണ്ടിരിക്കുകയാണ്. 5000 വരെ നമുക്ക് അതിൻ്റെ. അപ്പൊ നമ്മുടെ പൈസ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയൊക്കെ 5500 രൂപയാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് Paytm വഴിയൊക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ എടുക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ രജിസ്ട്രേഷനോ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു പ്രൊമോ കോഡ് ഉണ്ട്. PEX600 എന്നാണ് നമ്മുടെ പ്രൊമോ കോഡ്. അത് യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് നമ്മുടെ 1win നമുക്ക് 25,000 രൂപ വരെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊമോ കോഡ് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമ്മുടെ 1winന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പൊ 5526 നമ്മുടെ Paytm കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രൊമോ കോഡ് യൂസ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അണ്ണന്റെ ഫാം എന്ന് പറയുന്നത്. നമ്മുടെ അണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ മുമ്പ് അണ്ണന്റെ ഫാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അണ്ണൻ ഫാമർ അല്ല. അണ്ണൻ ഒരു പശുവിന്റെ ബ്രോക്കറാണ്. പൊള്ളാച്ചിയിൽ ഒരു അറിയപ്പെടുന്ന ബ്രോക്കറാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് അണ്ണന്റെ ഫാമുകളും ആളുടെ പശുക്കളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അണ്ണന്റെ മുമ്പത്തെ വീഡിയോ കാണാത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അണ്ണൻ നമ്മൾ നിൽക്കുന്നുണ്ട്. അണ്ണൻ നമ്മുടെ ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ പൊള്ളാച്ചിയിലുള്ള ഉടുമൽപേട്ടിലുള്ള വേറൊരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാമിന്റെ വീഡിയോ ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ് അല്ലായിരുന്നു. ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹാപ്പിയാണ്. അപ്പൊ നമ്മളിന്ന് കുറച്ച് പശുക്കളും കൂടി കാണിക്കുന്നുണ്ടല്ലേ. 1-2 ഫാമുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പശുക്കളുള്ളൂ. ഇനി അടുത്തത് കാണിക്കുന്നത് വേറെ പശുക്കളെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോന്നിനും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അന്നതൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റോക്കുകളാണെന്നുണ്ടല്ലേ. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരെന്ന് നമസ്കാരം. ഇത് പ്രസവിച്ച പശു. അത് പശു 3-ാം പേരാ. പ്രസവിച്ചിട്ട് ഒരാഴ്ച ആയി. പശു നല്ല ജെർസി ഇണത്തപ്പെട്ട പശു. നല്ല ഒരു 18 ലിറ്റർ കിട്ടുന്ന പശുവാ. നല്ല അകടുണ്ട്, നല്ല കാമ്പ് നീലുണ്ട്. പശു നല്ല 18 ലിറ്റർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിപ്പോ നമ്മുടെ അണ്ണ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോ തന്നെ ഒരു കാര്യം പറയണം. ഇപ്പൊ
നമ്മൾ പൊള്ളാച്ചിയിലുള്ള ബ്രോക്കർമാര് തട്ടിപ്പാണ്, ഇത്ര പശുക്കളെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ പശുക്കളിൽ ഇത്ര പാല് തരും, 20 ലിറ്റർ തരും, 30 ലിറ്റർ തരും, അതൊക്കെ ഭയങ്കര തട്ടിപ്പാണ്, നിങ്ങളെ വിശ്വാസം ഇല്ല എന്നൊക്കെ ആൾക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മുടെ ഫാമിൽ നിന്ന് പശുക്കളെ കൊടുക്കണേ? ചേട്ടാ, അങ്ങനെ പറഞ്ഞ ആൾക്കാർ വന്ന് പശുക്ക് നോക്കാണ് അറിയാം. ഒരു ചില ആൾക്കാർക്ക് അറിയാതെ ആൾക്കാർ അങ്ങനെ പറയും, പശു എങ്ങനെ നോക്കണം, ഇതുപോലെ പോറ്റാതെ ആൾക്കാർ അങ്ങനെ പറയും. പക്ഷെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കി ഒരു ദിവസം റൂം എടുത്ത് ഇരിക്കുക, ഇരുന്നിട്ട് 2 നേരം 3 നേരം ഒരു 2 ദിവസം ഇരുന്ന് കറന്ന് നോക്കിയിട്ട്, പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ കറന്ന് നോക്കിയിട്ട് എടുത്തിട്ട് പോയാൽ മതി. അത്രയും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത്. കാരണം നിങ്ങളെ നേരിട്ട് വന്ന് നോക്ക്, കറന്ന് നോക്ക്, ഹെൽത്ത് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം നേരിട്ടേ നോക്കിയിട്ട് നിങ്ങൾ എടുത്തു പോയാൽ മതി. നമ്മൾ പറഞ്ഞ് വിശ്വസിക്കണ്ട. അതെ. അതുപോലെ തന്നെ ഇപ്പൊ റേറ്റ് കൂടുതലാണ്, നമ്മൾ റേറ്റ് വന്ന് നോർമലായിട്ട് കൂടുതലായി പോയേട്ടാ. ഫസ്റ്റ് ആദ്യം പോലെയല്ല, ഫസ്റ്റ് ഒരു 2 നേരം കൂടി ഒരു 15 ലിറ്റർ കിട്ടണം പശു ആദ്യം ഒന്ന് 40-45 ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ എല്ലാ ആന്ധ്രയിലും ലോൺ സ്കീമായി പോയി, പിന്നെ കേരളത്തിൽ ലോൺ സ്കീമായി പോയി. അതുകൊണ്ട് ഇപ്പൊ വന്ന് ഒരു 15 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു 50-55 തൊട്ട് 50 ആ റേഞ്ചിൽ പോകുന്നുണ്ട്. അന്നപ്പം നമ്മുടെ വീഡിയോയില് വില പറയുന്നുണ്ടോ? വില പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ വില പറയാം. ഓക്കെ. അപ്പൊ അണ്ണൻ നമ്മുടെ ഈ പശുവിന് അണ്ണൻ പറയുന്ന വില എത്രയാണ്? എത്ര ലിറ്റർ പശു, എത്ര ലിറ്റർ പാല് തരുന്ന പശു? ഇത് 2 നേരം കൂടി പശുവിന്റെ ഉടമസ്ഥൻ പറഞ്ഞു 20 ലിറ്റർ പറഞ്ഞു. നമ്മ ഒരു 18, 17, 6 ആ റേഞ്ചിൽ നമ്മൾ എടുക്കാം. ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന പറയാം. റേറ്റ് എത്ര പറഞ്ഞ? ഇത് ചേട്ടൻ പറഞ്ഞത് ഒരു 65 പറഞ്ഞു. നമ്മ ഒരു 55, 58 ആ റേഞ്ചിൽ എടുക്കാൻ പറ്റും. അതായത് എടുക്കാൻ പറ്റും പറഞ്ഞാൽ എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒവ്വൊരു ബ്രോക്കർക്കും ഒവ്വൊരു ഇതുണ്ട്. മണികണ്ഠ വന്ന ഈ റേറ്റ്, മറ്റാൾക്കാർ വന്ന ഈ റേറ്റ്, അങ്ങനെ ഒവ്വൊരു ബ്രോക്കർക്കും ഒവ്വൊരു റേറ്റ് ഉണ്ട്. അതെ, നമ്മ സ്ഥിരമായിട്ട് പശു എടുക്കുന്ന ആളാ, ആഴ്ചക്ക് ഒരു 50-100 പശു എടുക്കുന്ന ആളാ. അപ്പൊ മണികണ്ഠ വന്ന ഒരുപാട് പൈസ കൂട്ടി പറയാതെ ന്യായമാണ് വില പറഞ്ഞ് കൊടുക്കുന്ന ആളാ. നിങ്ങൾ കേരളത്തിലേക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് തന്നെ പല സ്ഥലങ്ങളിലേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്? എല്ലാ സ്ഥലത്തിലും, കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ സ്ഥലത്തും നമ്മൾ ഡെലിവറി ഉണ്ട്. അതെ, എല്ലാ പൈസ കൊടുക്കണം. വണ്ടി ചാർജ് സെപ്പറേറ്റ് അതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കണം. അതെ അതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി വിടണമെങ്കിൽ വിടാം. വണ്ടിയും ഇവിടെ സൗകര്യം, എല്ലാ സൗകര്യം ഉണ്ട്. അതെ. നമ്മുടെ ഈ പശുവിലേക്ക് കിടക്കുമ്പോ ഇത് എത്ര ലിറ്റർ പാല് തരുന്ന പശുവാണത്? ഇത് 2 നേരം കൂടി ഒരു 15 ലിറ്റർ കണക്കൂട്ടിയാൽ മതി. 15 ലിറ്റർ. അണ്ണന് എത്ര വിലക്ക് തരും നമുക്ക് ഈ പശുവിനെ, നമ്മുടെ കസ്റ്റമേഴ്സിന്? ചേട്ടാ, ഒരു 50-52 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഇപ്പത്തേക്ക് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ ഇപ്പത്തേക്ക് ഇത് ഒരാഴ്ച ആകുമ്പോൾ വില കൂടും. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ വിളിക്കുമ്പോ ചിലപ്പോ വിലയില് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കമ്പൽസറി ആണ്. വന്ന് ഇറങ്ങിയ സെസിൽ ഉടനെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ വില. പിന്നെ ഒരാഴ്ച ആകുമ്പോൾ ഫുഡിന്റെ എക്സ്പെൻസ് എല്ലാം കൂടി വരും. എന്നാലും അധികം വില വ്യത്യാസം വരാൻ വഴിയില്ല. 2000 രൂപ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ്? ഇപ്പൊ ഇത് 15 ലിറ്റർ പാല് തരും. 2 നേരം കൂടി ഒരു 15 ലിറ്റർ പാല് കിട്ടും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നവരെ വിളിച്ചിട്ട് വേണമെങ്കിൽ പശുവിനെ കാണാൻ വരാം. 55-ന്റെ മുകളിലുണ്ടെങ്കിൽ സംസാരിക്കട്ടാ. 40-45 നമ്മുടെ അടുത്തുള്ള പൈക്കളില്ല. 50-ന് മേലേക്ക് പശു നല്ല പശുക്കളുണ്ട്. അപ്പൊ ഇത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടിട്ട് മാത്രം പശുവിനെ മേടിക്കാൻ പൊള്ളാച്ചിയിലേക്ക് വരാം. 40-45 ചെറിയ പശുക്കളുണ്ട്. 2 നേരം കൂടി 10 ലിറ്റർ 12 ലിറ്റർ കിട്ടുന്ന ടൈപ്പ് ഇതാണ്. അതുപോലെ നിങ്ങൾ 15 ലിറ്റർ കിട്ടുന്ന പശു 10 ലിറ്റർ ചോദിച്ചിട്ട് വരാൻ പറ്റില്ല, അങ്ങനല്ല. ഇത് 2 നേരം കൂടി ഒരു 18 ലിറ്റർ കിട്ടുന്ന ജെർസി പശു ഒരു 3-ാം പേരായി പശു. 3-ാം പേരായി നമ്മ ഒരു ന്യായമാണ് റേറ്റില് മേടിക്കാം. ആള് പറഞ്ഞ 60-65 പറയും വില. പശുവിന്റെ ഉടമസ്ഥന് നമ്മ ഒരു ന്യായമാണ് വില ഇവിടുത്തെ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു 2 നേരം കൂടി ഒരു 16-17 ലിറ്റർ കമ്മി നമുക്ക് കിട്ടൂല്ലേ? പാല് വന്ന് കമ്മിയായിട്ടാ പറയാൻ പറ്റാ. പാല് കൂട്ടില്ല പറയില്ല, 20 ലിറ്റർ കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കില്ല. അതെ. ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടാ ഇതിന്റെ കളർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ഗോൾഡൻ കളറായിട്ടുള്ള ഒരു നല്ല കളറായിട്ടുള്ള പശുവാണ്. നമ്മുടെ മൊബൈലിൽ അത്രയ്ക്ക് അങ്ങോട്ട് കളർ അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടാ. ഒരാഴ്ച പ്രസവിക്കാനായിട്ടല്ലേ? അപ്പൊ അണ്ണൻ ഫുള്ള് ഗ്യാരണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ്. ചേനപ്പൈകൾക്ക് 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കട്ടെ. 4 കാമ്പ് ഗ്യാരണ്ടി പറഞ്ഞാൽ ഇവിടെ വലിച്ചു കാണിച്ചു കൊടുക്കുക. പിന്നെ പശുക്കൾക്ക് അസുഖങ്ങൾ ഒന്നും ഇല്ലാത്ത പശുക്കളല്ലേ നമ്മൾ കൊടുക്കുക? അസുഖം ഇല്ലാത്ത പൈക്കളെ കൊടുക്കുന്നുണ്ട് മാക്സിമം. അതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ കാല് മുറിയുണ്ടാ ചേട്ടാ, ഇതുപോലെ കാല് മുറിയുണ്ടാ, കൈ മുറിയുണ്ടാ, പശു കൊച്ചു തീറ്റ എടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് നമുക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പശു മേടിച്ചാലും നിങ്ങൾ പശു വെള്ളം കുടിക്കുന്നുണ്ടോ, തീറ്റ എടുക്കുന്നുണ്ടോ നോക്കിയിട്ട് എടുത്താൽ മതി. സ്റ്റേ ചെയ്ത് വേണമെങ്കിൽ കണ്ടെടുക്കാം. ഇവിടെ റൂം ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ അത്ര പൈസ കൊടുത്ത് എടുക്കുമ്പോൾ നിങ്ങളിപ്പോ ഒരു പശുവിന്റെ മുകളിൽ 60,000-50,000 കൊടുത്തെടുക്കുമ്പോൾ ഒരു 2 ദിവസം വന്ന് ഇരുന്ന് എടുത്തിട്ട് പോകും. അതന്നെ, ഇത്ര വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു കാരണം കൊണ്ട് മാത്രം കേട്ടോ. അതെ, പ്രസവിച്ച പശുവിൽ കറന്ന് നോക്കി കൊണ്ടുപോയിക്കാം. ഇത് ഏതാണ് ഈ പശു? ഇത് HF ഡിസൈനാണ്. ഇത് HF പശുവാ. നല്ല ഹൈറ്റ് ഉണ്ട്, ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, നല്ല വലിയ പശുവാ. 20 ലിറ്റർ കിട്ടും. ഗ്യാരണ്ടി ആയിട്ട് 20 കറന്ന് നോക്കാം. പ്രസവിച്ച പശു കറന്ന് നോക്കി എടുക്കാം. നമ്മളെ പശുവിന്റെ ഓണർ പറയുന്നേക്കാൾ എന്തായാലും ഒരു 2-3 ലിറ്റർ കുറവ് കിട്ടും. കൊണ്ടുപോയിട്ട് ഒരാഴ്ച പാല് കമ്മിയാവും, 10 ദിവസം കമ്മിയാവും. പിന്നെ നമ്മൾ വെള്ളം കൂടി തീറ്റ കൂടി എല്ലാം സെറ്റ് ആയത് പാല് മാറി വരും.
മാറി വരും. കൂടി വരും. ഓക്കെ ഓക്കെ. ഇത് എത്ര റേറ്റ് പറയുന്നതാണ് ചേട്ടൻ പശുവിന്റെ ഉടമസ്ഥൻ 75 പറഞ്ഞു. നമ്മൾ ഒരു 60-65 ഉള്ളിൽ മേടിക്കാം. 65 മേടിക്കാം. നമ്മുടെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് ഒരാഴ്ച വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് വിളിക്കുക. അപ്പൊ അണ്ണൻ വിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് ബ്രോക്കറെ പുറത്ത് മാറ്റമാകും. പിന്നെ ഇത് സമയമാകുമ്പോൾ റേറ്റ് മാറി വരും. അപ്പൊ അണ്ണന്റെ വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അണ്ണനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാണാം. പുതിയ സ്റ്റോക്കുകളൊക്കെ അണ്ണൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത പശുവിനെ കണ്ടാലോ? നോക്കാം. ചെറിയ അടുത്ത പശുവിനെ കാണാം കേട്ടോ. ഈ പശു വന്ന് കന്നിപ്പേറ, 2 പല്ലായിട്ടുണ്ട്. പശു നല്ല ഹൈറ്റ് ഉണ്ട്. 2 പല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്ക് മനസ്സിലായില്ല. ഇവിടെ തമിഴ്നാട്ട് ആൾക്കാർ വന്ന് പല്ല് നോക്കിയിട്ട് അധികം വെച്ച പ്രായം പറയാം. കൊമ്പ് നോക്കിയിട്ട് പറയില്ല. കൊമ്പെല്ലാം മുകളിൽ ഊരി കളിയും. ഊരി കഴിഞ്ഞ് വന്ന് കൊമ്പ് ഊർന്നത് വന്ന് പശു വന്ന് അളവ് കിട്ടാണ്. പശു വലിയ കൊമ്പ് ആയിക്കൊണ്ട് പോകുമ്പോ ഇപ്പൊ ജസ്റ്റ് നഖമുണ്ടല്ലേ, നമ്മൾ നഖം വലുതായ നമ്മൾക്ക് അളവ് കിട്ടില്ല. അപ്പൊ വന്ന് നമ്മ മറ്റേ വേലയില ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ടായി. അതേപോലെ പശുക്കൾക്കും നമ്മ മുടി തീർത്തുന്ന പോലെ കൊമ്പ് എടുക്കണം. കൊമ്പ് ഊരി കളയണം. ഇല്ലെങ്കിൽ കൊമ്പ് വന്ന് ചുരുന്ന് ഇത് മുകളിൽ കയറും. നമ്മ ഒരു ചില വീഡിയോയിലെ കണ്ടിട്ടുണ്ട്. ഒരു ചില വൈക്കിൾക്ക് ആടുകൾക്ക് വന്ന് കൊമ്പ് ചുരുണ്ട് കണ്ണില് കയറിയത്, തലയില് കയറി, അങ്ങനെ വീഡിയോയിലെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ കൊമ്പ് എടുക്കണം. കൊമ്പ് ഊരി കളയണം. ഇത് കണ്ണിപ്പേര് 2 പല്ല്. 2 പല്ലും പറഞ്ഞാൽ കണ്ണിപ്പേര് 2 പല്ല് പ്രായം. പല്ല് നോക്കിയിട്ട് ആൾക്കാർ 2 പല്ല് എന്ന് പറഞ്ഞാൽ 2 വയസ്സാണ്. 2.5 വയസ്സായി. 2.5 ഒരു 3 വയസ്സായി. ജെർസി ഇനത്തപ്പെട്ട പശു, റെഡ് മിക്സ്ഡ് വൈറ്റ്. പശു ഫാറ്റും കിട്ടും, പാലും കൂട്ടി കിട്ടും. എത്ര ലിറ്റർ പാല്? 18 ലിറ്റർ പാലുണ്ട്. പ്രസവിച്ചിട്ട് ഒരാഴ്ച ആയി. ഇപ്പൊ കറന്നാക്കി എടുക്കാം. 18 ലിറ്റർ പാലുണ്ട്. അതെ. ഇത് നമ്മ ഒരു ചേട്ടന് കണ്ണിപ്പേര് കുറച്ച് തമിഴ്നാട്ടിലെ വില കൂടും. ഏണ വന്ന് അടുത്തടുത്ത പേര് നമ്മൾ നിർത്തി വെക്കുക ധൈര്യമായിട്ട്. തമിഴ്നാട്ടിലെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ചേട്ടൻ വന്ന് 65. നമ്മുടെ 2-3 പശുക്ക് ഒരുമിച്ച് എടുക്കുന്ന കസ്റ്റമേഴ്സിന് അണ്ണൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കല്ലേ? ചേട്ടാ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പറഞ്ഞ അതിലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല. അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞാൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടാവും. അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞാലേ കുട്ടി പിന്നെ കമ്മിയാകാം. ഞാൻ ഒരു 75,000 പറയാം. 75,000 പറഞ്ഞ് നിങ്ങൾക്ക് വില താല്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ന്യായமான വില പറഞ്ഞ് ന്യായമായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. വണ്ടിയിലെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുന്നില്ല. അവിടെ എല്ലാത്തും വണ്ടിക്കാണ് വാടക നിങ്ങൾ വണ്ടി തനിച്ചു കൊടുത്തു. പശുക്കാണ് വില നിങ്ങൾ പശുക്ക് തനിച്ചു കൊടുത്തു. നമ്മൾക്കാണ് കൂലി നിങ്ങൾ തനിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാൻ ആവശ്യം. ചേട്ടാ പശുവിന്റെ ഉടമസ്ഥന് 65 പറഞ്ഞു. നമ്മ ഒരു ന്യായமான വിലയിൽ എടുത്തു കൊടുക്കുക. ഒരു 57-60 ഉള്ളിൽ എടുത്തു കൊടുക്കുക. അവിടെ എന്നിട്ട് കാളയാണ് അത് നാടൻ പശു കേട്ടാ. നാടൻ പശുവിന്റെ വീട്ടിന്റെ ഐശ്വര്യത്തിക്ക് നമ്മുടെ ഈ പശുവിന്റെ ഒരു ഇതല്ലല്ലോ ഇതിന്. ഇത് പാല് 2 ലിറ്റർ 3 ലിറ്റർ കിട്ടും. അതായത് തമിഴ്നാട്ടിൽ വന്ന് ഐശ്വര്യത്തിക്ക് മേടിച്ചിട്ട് എടുത്തുന്ന പശുവാ. ഇതിന്റെ പാല് നമ്മ കുടിക്കുമ്പോൾ വെച്ചൂർ പശുവിന്റെ ഒരു ചെറിയൊരു സെയിം നിങ്ങളെ നാടൻ പശു പോലെ ഇത് കാങ്കേം ബ്രീഡാ. അല്ല വെച്ചൂർ പശുവിന്റെ ചെറിയൊരു സെയിം നിങ്ങളെ നാടൻ പശു അവിടെ വെച്ചൂർ പശുവാ. പക്ഷെ ഇവിടുത്തെ നാടൻ ഞങ്ങളുടെ അടുത്ത് വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് അത് വെച്ചൂർ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്നാൽ അത് പൂങ്കോണൂർ കൗന്ന് പറയും. പൂങ്കോണൂർ ചെറിയ കൗണ്ടാവും. അതിന്റെ ഡീൽ അങ്ങനെ അതിന്റെ ഇല്ലേട്ടാ. അത് നമ്മൾ ചെയ്യുന്നില്ല. ഇത് കൊടുക്കാനുള്ളതാണ്. ഇത് കൊടുക്കാനുണ്ട്. ചോദിച്ചാൽ കിട്ടും. പിന്നെ ഇവിടെ കുറെ പൈക്കുട്ടികൾ പ്രസവിച്ച കുട്ടിയല്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പനെ കാണിച്ച പശുവിന്റെ കുട്ടി കീഴിലുണ്ടാ? ഇതിലുണ്ട്. ഇതിന്റെ കുട്ടി പശുക്കുട്ടി. ഇതില്ല പശുക്കുട്ടിയാ. അതെട്ടോ. അപ്പൊ നമ്മുടെ ഇപ്പൊ കാണിച്ച പശുക്കളൊക്കെ അണ്ണന്റെ ഈ പൊള്ളാച്ചിയിലുള്ള നമ്മുടെ ഉടുമൽപേട്ടിലുള്ള ഒരു ഫാമിലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇവിടെ നോക്കി കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇനി കാണാൻ പോണത് അടുത്ത ഫാമിലുള്ള കാഴ്ചകളാണ് അല്ലേ? രണ്ടാമത്തെ ഫാമിൽ വന്നേക്കാണത്. അപ്പൊ ഈ ഫാമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലില് അണ്ണന്റെ ഫാമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്. നമ്മൾ വീണ്ടും പറയാണ്, അണ്ണൻ പശു ഫാമർ അല്ല, ബ്രോക്കറാണ്. അത് നമ്മൾ ഫാമർ എന്ന് പറഞ്ഞു പോണതാണ്. അപ്പൊ ഇത് ഇവിടെ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിയൊരു ഫാമാണ് കേട്ടോ. ഇത് വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഫാമാണ്. അണ്ണൻ വെറും ബ്രോക്കറാണ്. അപ്പൊ ഇതേ പശുക്കളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓരോ പശുക്കളായിട്ട് നമുക്ക് കാണാം. അണ്ണൻ നമുക്കപ്പോ ഒരുപാട് വലിച്ചു നീട്ടണ്ട. നമുക്ക് ഓരോ പശുക്കളുടെ മോഡല് ഡീറ്റെയിൽ എത്ര ലിറ്റർ പാല് തരും, അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് അണ്ണൻ നമ്മുടെ കസ്റ്റമേഴ്സിന് മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അണ്ണ ഈ പശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് HF ക്രോസ് പശു വന്ന് 3-ാം പേര്. നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല വലിയ പശുവാ. ഒരു 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. രാവിലെ കറന്നെടുത്ത പശുവാ. ഇത് പ്രസവിച്ച പശുവാ. ഇത് പശു വന്ന് 2-ാം പേരാ. 2-ാം പേര് പശു. എത്ര ലിറ്റർ പാല് കിട്ടും പറഞ്ഞാൽ 2 നേരം കൂടി ഒരു 20 ലിറ്റർ കിട്ടും. 20 ലിറ്റർ ഗ്യാരണ്ടി. സാലയുടെ 20 ലിറ്റർ കമ്മിയിലാകുമ്പോൾ കിട്ടും. ഇവര് കറന്നെടുക്കുന്ന 20 ലിറ്റർ എത്ര നേരം? 2 നേരം കൊണ്ടല്ലേ? 2 നേരം കറന്നെടുത്തേക്കാം. രാവിലെ കറന്നെടുക്കുക, വൈകിട്ടും കറന്നെടുക്കാം. 10 കിട്ടും. 10 കമ്മിയിലാ. ഓക്കെ. അപ്പൊ അണ്ണൻ പറയുന്ന റേറ്റ് എത്രയാ? ഇത് ചേട്ടൻ പറഞ്ഞത് ഒരു 75,000 കമ്മിയിലാൻ പറഞ്ഞു.
നമ്മ ഒരു 60-65 ആ റേഞ്ച് നമ്മുടെ കസ്റ്റമറിന് സെറ്റ് ആക്കി കൊടുക്കും. എടുക്കാം. അപ്പൊ അടുത്ത പശു ഇത് വരുന്നത് HF. ഇത് 25 ലിറ്റർ കിട്ടുന്ന ടൈപ്പ്. ഇത് പ്രസവിച്ച പശു. ഇപ്പൊ 22 ലിറ്റർ പാലുണ്ട്. 2 നേരം കൂടി. 22 ലിറ്റർ പാലുണ്ട്. നല്ല വലിയ പശുവാണ്. അട്രാക്ഷൻ ഉള്ള പശുവാണ്. അട്രാക്ഷൻ ഉള്ള പശു. ഒന്ന് ഫാമിൽ നിർത്തുന്ന പശുവാണ്. നല്ല ഹൈടെക് ഫാമിൽ നിർത്തുന്ന പശുവാണ്. കുറച്ച് ആൾക്കാർ വന്ന് നല്ല ഹൈടെക് ഫാം ഉണ്ടാവും. അതുപോലെ ഫാമിൽ നിർത്തുന്ന പശുവാ ഇത്. 25 ലിറ്റർ സാലിഡ് ആകും. 25 ലിറ്റർ കിട്ടും. അപ്പൊ ഇതിന്റെ മോഡൽ ഏതാ? ഇത് വന്ന് HF ക്രോസ് ചിന്താമണി ബ്രീഡ് എന്ന് പറയും. ഇത് ചിന്താമണി. കറുപ്പ് കൂടുതലായിട്ടുള്ള ടൈപ്പ് ചിന്താമണി ബ്രീഡ്. ചിന്താമണി പാലിന്റെ കൊഴുപ്പ് കുറച്ച് കൂടി കിട്ടും. പാല് 20 ലിറ്റർ കമ്മിയിലാകും കിട്ടും. സാലിഡ് 20 ലിറ്ററിന് മുകളിൽ തന്നെ. ഇത് പ്രസവിച്ച പശുവാണോ? ഇത് പ്രസവിച്ച പശുവാണ്. ഇതിന് കൊമ്പില്ലല്ലോ? കൊമ്പില്ല, മോള ടൈപ്പാ. കൊമ്പില്ലാതെ മോള ടൈപ്പ് ആണല്ലേ? ഓക്കെ. അണ്ണനെ എത്രയൊക്കെയാണ്? ചേട്ടാ ഒരു 68-70 ആ റേഞ്ചിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. കൊടുക്കാനായിട്ട് വലിയ പശു കൊടുക്കാൻ പറ്റും. മേടിച്ചു കൊടുക്കാം. ഇത് HF ക്രോസ് പശു. മൂന്നാം പേര് ഈ ഒരു 18 നിന്ന് 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. പ്രായമുള്ള പശു. ഈ പശു ഒന്ന് HF ക്രോസ്. ഇത് ഒന്ന് പശു മൂന്നാം പേര് ടൈപ്പാ. ഇത് ഒരു 60-ന്റെ ഉള്ളിൽ മേടിക്കാം. നമ്മ പ്രായമുള്ള പശു തന്നെ നമ്മ ആ റേഞ്ചിന്റെ ഉള്ളിൽ മേടിക്കാം. ഇതൊരു 18 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. ഇത് പ്രസവിച്ച പശുവാണ്. ഇത് പ്രസവിച്ചതാണല്ലേ? അത് അടുത്തടുത്ത് ഓവർ പശു. എത്ര റേറ്റ് പറയുന്നത്? ചേട്ടാ ഒരു 60-ന്റെ ഉള്ളിൽ സംസാരിച്ച് നോക്കാം നമ്മ. ഇത് HF ആണോ? HF ഫാമൊക്കെ ഇതിൽ ഇതുപോലെ ഫാമിൽ നിർത്തിയുള്ള ടൈപ്പ്. അത് മോള ടൈപ്പ്. ഇത് കൊമ്പുള്ള ടൈപ്പാ. അതെ, ഇതുപോലെ ടൈപ്പ് എല്ലാം ചെറിയ പശുവായത്. ഇത് നമ്മ ഒരു നോർമലായിട്ട് ഒരു 55-57 മേടിക്കുന്ന പശുവായത്. ഇതിപ്പോ എത്ര ലിറ്റർ 15 ലിറ്റർ കമ്മിയിലാകുമ്പോൾ കിട്ടും. ഇത് ഏത് മോഡൽ ഏതാ? ഇത് HF-ന്റെ ക്രോസ്. ജെർസി കൂടുതൽ, അധികമായിട്ട് ജെർസി കൂടുതലായത്. ഇത് HF. ഇത് നല്ല ഇത് റേറ്റ് പറഞ്ഞില്ല. ഇത് നമ്മൾ ഒരു 55-57 ഉള്ളിൽ മേടിക്കാൻ പറ്റും. ഒരു 52 നിന്ന് 52 നിന്ന് 57 ഉള്ളിൽ മേടിക്കാം. 52 ഇടയിൽ കിട്ടുന്നതാണ് അണ്ണം പറയുന്നത്. അതെ, അതെല്ലാം വിലയിലെ വന്ന് ബാറിയും സംസാരിക്കും. ഇതൊക്കെ പ്രസവിച്ച പശുവാണ്. ഇത് പ്രസവിച്ച പശു ഒരു 25 ലിറ്റർ കമ്മിയിലാകുമ്പോൾ കിട്ടും ടൈപ്പാ. HF ക്രോസ്. നമ്മ ക്ലൈമറ്റ് എല്ലാം സെറ്റാണ് പശുവാ. ഇതിപ്പോ നല്ല വലിപ്പുണ്ടല്ലേ പശുവിന്? നല്ല വെളുപ്പുണ്ട്, നല്ല ഇടപെട്ട നീലുണ്ട്, നല്ല കൊമ്പ്. ഇതിപ്പോ ഇതൊക്കെ എത്ര മറ്റേ പല്ലിന്റെ പ്രായമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതാ ഒന്ന് മനസ്സിലാക്കണം. അറക്കട വന്ന് ലാസ്റ്റ് പല്ല് ഒരു പശു എന്നുണ്ടെങ്കിൽ ഒരു 8 പല്ല് ഇട്ടാം. 8 പല്ല് ലാസ്റ്റ് പല്ല് ഫുള്ള് ഒക്കാതെ എല്ലാ പശുവും നമ്മൾ മേടിക്കാം. ധൈര്യമായിട്ട് മേടിക്കാം. കാൽസ്യം ഡൗൺ ആകണതോ അല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂ ഓരോന്നും പേടിക്കണം ഒന്നുമില്ല. പുതിയ ഫാം നടത്തുന്ന ആൾക്കാർക്ക് പറയുന്നുണ്ട്. മറ്റുള്ള ജെർസി. ജെർസി ഇത് എത്ര റേറ്റ് പറഞ്ഞാണ്? ഇത് ചേട്ടാ ഒരു 75 ആ റേഞ്ച് ആവും. 25 ലിറ്റർ സാലിഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ 25 നേരം കൂടി പ്രസവിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചന്റെ ഉള്ളിലാവും. കറന്ന് നോക്കണം. നല്ല പശു, നല്ല കറുപ്പ് കൂടുതലായിട്ടുള്ള ടൈപ്പ്. ഇത് നല്ല ഡിസൈൻ ഉള്ള പശു. ഇത് കുറച്ച് ചെറിയ പശു. ഇതെല്ലാം കുറച്ച് ചെറിയ പശു. അതല്ല ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതോടെ 50-52 ആ റേറ്റിൽ. എത്ര ലിറ്റർ പാല് വരും? 2 നേരം കൂടി 15 ലിറ്റർ നമ്മൾ ഉള്ളിൽ സംസാരിക്കാം. ഇത് 2 നേരം കൂടി ഒരു 12 ലിറ്റർ ആവും. ഇത് ഒരു 40-45 സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലേ ചെറിയ പശുവിന് പറഞ്ഞല്ലേ, ഇത് വെളുപ്പം ചെറിയ പശുവാ. ചെറിയ പശു. നമ്മുടെ ഹൈറ്റ് നോക്കിയാൽ അണ്ണന്റെ ഹൈറ്റ് നോക്കിയാൽ ചെറിയ പശു. വയറുണ്ട്. 12 ലിറ്റർ കമ്മിയിൽ നമുക്ക് കിട്ടും ടൈപ്പ്. അത് നമ്മൾ ഒരു ന്യായமான വില സംസാരിച്ച് 40-45 ഉള്ളിൽ സംസാരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. അതെ, ഇത് ജേഴ്സി പ്രസവിച്ചത്. ചെനയാത്. ഇതൊക്കെ 50-52 ആ റേഞ്ചിൽ മേടിക്കാൻ പറ്റും പശുവാ. ഇത് രണ്ടും അങ്ങനെ മേടിക്കുന്ന പശുവാ. പക്ഷെ ഇത് കുറച്ച് വില കൂടും. ഒരു 57 ആ റേഞ്ചിലാവും. ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് കണത്തിലുണ്ട് പശു. ഒരു 20 ലിറ്റർ കിട്ടും. നമ്മ ഒരു 20 ലിറ്റർ പറഞ്ഞു കൊടുക്കാം. പശു നല്ല തോൽ ചുരുക്കുണ്ട്. ചെനയാ പശു. മൂന്നാം പേര് നല്ല വെയിറ്റിലുണ്ട് പശു. ഓക്കെ. നമുക്കിപ്പോ നമ്മളോടൊപ്പം കൊടുക്കുന്ന പശുക്കൾക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല ചേട്ടാ? അതെല്ലാം നമ്മൾ പറയണം. അല്ല, ഇപ്പൊ കണ്ടെടുക്കാണ്ട് അണ്ണനോട് പറയാണ് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരാം, അണ്ണൻ ആ പശുവിനെ ഞങ്ങൾക്ക് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കേരളത്തേക്കോ എവിടേക്ക് വേണമെങ്കിൽ അയച്ചു തരാൻ പറയാണ്. ഇപ്പൊ അവിടെ കസ്റ്റമർ അവിടെ ചെന്നിട്ട് ഇപ്പൊ പറയാണ് അയ്യോ ഞങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനെ കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കണില്ല, ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ ദേഹത്തിനുള്ള മോളില് പശു നടക്കണത്, പശു നാള് കാണുമ്പോ എല്ലാമേ നിങ്ങൾ പിടിച്ച് എല്ലാമേ. അങ്ങനെ ഒരു കാര്യം ചെയ്തേ, നമുക്ക് ഒരു പശുവിനെ ഒന്ന് അഴിച്ചു കാണിച്ചു തന്നെ. നിങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുക്കുക. പശു ഇതേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പശുവിനെ നോക്കി അഴിച്ചു കാണിച്ചു. HF പശുവിനെ അഴിച്ചു കാണിക്കാം. ഓക്കെ, HF-നെ അഴിച്ചു കാണിക്കാട്ടാ. അപ്പൊ അണ്ണൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പശുവിന് വല്ല മുടന്തോ ഞൊണ്ടലോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോന്ന് ടെസ്റ്റ് അടിക്കാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വീഡിയോ എടുക്കുമ്പോൾ പശു അയച്ചു കാണിച്ചു കൊടുക്കും. പശു നടക്കണത് നോക്കിക്കോ. അതെ, നടക്കണ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കാലില് ഏതെങ്കിലും മുറിയുണ്ടോ, കയ്യിലെ മുറിയുണ്ടോ, കാമ്പിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ പല്ല് പിടിച്ച് കാണിച്ചു കൊടുക്കും. അതെ, ഇങ്ങനെ പല്ല് പിടിച്ച് വീഡിയോ ഇവിടെ കാണിക്കാം. ഇങ്ങനെ പല്ല് പിടിച്ച് ഇങ്ങനെല്ലാം കാണിച്ചു കൊടുക്കും. പല്ല് പിടിച്ച് എത്ര ഹൈറ്റ് ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും.
പല്ല് പിടിച്ച് അങ്ങനെല്ലാം കാണിച്ചു കൊടുക്കും. പശു എത്ര ഹൈറ്റ് ഉണ്ട് കാണിച്ചു കൊടുക്കും. പശു നടക്കണത്, വെള്ളം കുടിക്കണത്, തീറ്റ എടുക്കണത് എല്ലാമേ കാണിച്ചു കൊടുക്കും. ഓക്കെ, നല്ലൊരു പശുവാണ് അത്. അടിപൊളി, നല്ല സൈസുള്ള പശു. ഈ ഫാമൊക്കെ പറ്റിയ പശു കേട്ടതല്ല. ഇങ്ങനെ നടത്തിനുള്ളത് നോക്കിക്കോ, വെള്ളം കുടിക്കുന്നത്, തീറ്റ എടുക്കുന്നത് എല്ലാം നോക്കിയത് കാണിച്ചു കൊടുക്കും. പറ്റിയ ഇഷ്ടപ്പെട്ട എടുക്കുക. ഇല്ല വേണ്ടാൻ പഠിച്ചാൽ അടുത്ത പശു നമ്മൾ നോക്കിയിട്ട് പോവാം. വേറെ പശു അതേപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും വാട്സാപ്പിൽ അയച്ചു തരും. എല്ലാമേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചു. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ലിങ്ക്, വീഡിയോ, ഫോട്ടോ അല്ലെ, വില സഹിതം എല്ലാ ഡീറ്റെയിലും അണ്ണ വിളിച്ച് നിങ്ങളുടെ അടുത്ത് ഡീൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ബസ്സുകൾ ഉണ്ടാവും, ചിലപ്പോ ഇല്ലാതെ പശുന്ന നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കേരള ബൈക്കിൽ നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. അതന്നെ അതേട്ടോ. അപ്പൊ അണ്ണനെ കെട്ടിക്കോ. പിന്നെ അവിടെ വണ്ടി ഉണ്ട്, വണ്ടിയുണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. വണ്ടി പിടിച്ച് കയറ്റി ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ചെക്ക് പോസ്റ്റ് ബില്ല് എല്ലാമേ എത്തിച്ച് സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. അതെ. ഇതാണ് നമ്മുടെ പശുവിന്റെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ. ഇതാണ് കേട്ടോ. പശുക്കളൊക്കെ പക്ഷെ നേച്ചറിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കെട്ടിക്കാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്തിട്ട് 1 വർഷമായി. പക്ഷെ അതിനിടയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ സിമെന്റ് കൊണ്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു ഇത് മതിൽ പോലെ കെട്ടി അതിൽ നിറച്ച് മറ്റേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചായിട്ട് ഒരു തണൽമാരാക്കി നിർത്തി കണ്ടു. അതിന്റെ അടിയിലാണ് എല്ലാത്തിനും കെട്ടിക്കണേ. പിന്നെ നോക്കി നോക്കിയാൽ ഇതാണ് ഇവരുടെ ഷെഡ്. ഇവരൊക്കെ അഴിച്ചു കെട്ടുന്നത് ഇതിലേക്കാണ്. അപ്പൊ ഈ ഷെഡിൽ കുറച്ച് പശുക്കൾ നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് പശുക്കളെ കൂടി കാട്ടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അണ്ണാ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞേ. ഇതെല്ലാം ബഡ്ജറ്റ് വൈസ് പശുക്കളാട്ടാ. ഇതെല്ലാം വന്ന് ഒരു പാല് വന്ന് ഒരു 18 ലിറ്റർ കമ്മിലാൻ കിട്ടും. പ്രായം കൂടുതലാണ് പശുക്കള. ഒരു 55 ആ റേഞ്ചിൽ കിട്ടും ടൈപ്പ്. പ്രായം കൂടുതലുള്ള പശു. കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ്? ഇപ്പൊ ഒരു 3-ാം പേര് മുകളില്, 3-ാം പേര്, 4-ാം പേര്. കുറച്ച് പേര് താല്പര്യം കിട്ടാൻ എടുക്കാം. എത്ര കിട്ടും നമ്മൾ പശുവിന്? 55 റേഞ്ചില് അധികം വെച്ച് നമുക്ക് കാണാം. 50ന്റെ മുകളിലെ കണക്ക് കൂട്ടി കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പറയുന്ന ഏക ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ 50ന് മേലേക്ക് മാത്രമേ പശു ഉള്ളൂ അണ്ണന്റെ കയ്യില്. അത് നോട്ട് ചെയ്തിട്ട് വിളിക്കാട്ടാ. പിന്നെ 40ന് തരാം, 45ന് തരാം, അതും ഇല്ല. ആ പരിപാടി ഇവിടെ ഇല്ല. അതെ, ഞാൻ വന്നിട്ട് വിലകമ്മിന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇല്ല. നല്ല പശു ഒരു 2 നേരം കൂടി 15, ഒരു 50, 55 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അധികം വെച്ചാൽ പ്രായം കമ്മിയാണ് കണ്ണി പേരുണ്ടെങ്കിൽ ഒരു 58, 60 ആ റേഞ്ചിൽ സംസാരിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 താഴേക്കൊക്കെ പോവാം. പക്ഷെ അത് അതിനനുസരിച്ചുള്ള വലിപ്പവും അതിനനുസരിച്ചുള്ള പാലും അതൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ പശു ഉണ്ടാവും. അത് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് എടുത്തു കൊടുക്കാം. ആദ്യം വിളിച്ചുകൊണ്ട് വരണം. ചേട്ടാ എനിക്ക് ചെറിയ പയ്യ വേണം അങ്ങനെ പറഞ്ഞാൽ ഫോട്ടോസ് വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് അത് കൺഫേം ആക്കിയാൽ മതി. ഇതിനെ കുറിച്ച് പറഞ്ഞില്ല ചേട്ടാ. ഇത് കൂടെ ഇത് നല്ല വലിയ പശുവാണല്ലോ. പക്ഷേ പാല് കമ്മിയാണ്. പാല് കമ്മിയുണ്ട്. എത്ര ലിറ്റർ കിട്ടും? ഒരു 2 നേരം കൂടി ഒരു 13, 12. എത്ര റേറ്റ് പറഞ്ഞാണ് ചേട്ടാ? ഒരു 52 ആ റേഞ്ചിൽ കിട്ടും ടൈപ്പ്. 52 നല്ല വലിപ്പുണ്ട് കേട്ടോ. വലിപ്പുണ്ട്. പക്ഷേ പാല് ഭയങ്കര വലിപ്പാണ് ഈ പശുവിന്. പക്ഷെ പാല് കുറവാന്ന് പറയണത്. അതെല്ലാം പറഞ്ഞത് 2 നേരം കൂടി 13 അല്ലേ? അങ്ങനെ കിട്ടും. ഇത് ഒരു 5 ലിറ്റർ കിട്ടും. ഇത് കുറച്ച് വിലപ്പുണ്ട് പശു. ഒരു 57, 58 റേഞ്ചിൽ കിട്ടും ടൈപ്പ്. അത് കിട്ടും അല്ലേ? അതെ. ഇത് ജെർസി ഇണത്തപ്പെട്ട പശു. ഒരു 12, 14, 15 ലിറ്റർ കിട്ടും ടൈപ്പ്. അത് ഒരു 50. ആളെ കാണുമ്പോ വലിപ്പക്കുറവുണ്ട്. അതെ. പക്ഷെ പാല് അത്യാവശ്യം ഒരു 5 ലിറ്റർ ഒരു 55, 57 ആ റേഞ്ചിൽ സംസാരിക്കണം. കൊമ്പിലെ മോഴയാണുള്ളത്. അതെ കേട്ടോ, മോള ടൈപ്പ്. കൊമ്പില്ലാതെ മോള ടൈപ്പ്. അതെ. അടുത്ത് വന്ന് HF ക്രോസ്. അതും 5 ലിറ്റർ കിട്ടും ടൈപ്പ്. അതിന് ഇത് പ്രായം കമ്മിയാണ്. 2-ാം പേര് HF ക്രോസ്. ഇത് നല്ല വില താല്പിച്ച്. ഇതെല്ലാം വില താല്പിച്ച് കുറച്ച് റേഞ്ചിൽ എടുക്കാൻ പറ്റും. അതെ. അപ്പൊ നമ്മുടെ അത്യാവശ്യം പശുക്കളൊക്കെ നമ്മുടെ അണ്ണൻ നമുക്ക് 2 ഫാമുകളിലായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അണ്ണൻ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വീഡിയോ വ്യക്തമായി കണ്ട് അതിൽ പറയുന്ന ഡീറ്റെയിലിനനുസരിച്ച് വിളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മള് ഇപ്പൊ ഞാൻ അണ്ണനോട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് പറയാണ്, നമ്മുടെ ഈ വീഡിയോയില് പറയുന്ന ഓരോ കാര്യങ്ങളും അണ്ണന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതായത് നമ്മൾ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് നമ്മള് ഉത്തരവാദിത്തം ഏൽക്കല്ല. നിങ്ങൾ വീഡിയോ കണ്ട് അണ്ണന്റെ അടുത്ത് വന്ന് പശുക്കളെ കണ്ട് അതിന്റെ ആരോഗ്യവും അതിന്റെ പാലും എല്ലാം വ്യക്തമായി തൃപ്തിയോടു കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇത് ഞാൻ പറയുന്ന ആവശ്യമില്ല. നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് മറ്റും എടുത്താൽ മതി. ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആരും വിശ്വാസിക്കുന്ന ആവശ്യമില്ല. നമ്മള് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു, നിങ്ങള് പശുവിനെ വളർത്തി പരാജയപ്പെട്ട ഒരു വീഡിയോ കൂടി എടുക്ക്. പൊള്ളാച്ചിയിലുള്ള വീഡിയോസ് ഒരുപാട് പല യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തട്ടിപ്പാണ്, വില ഭയങ്കര ഇതാണ്, പശു
അവര് 20 ലിറ്റർ പാല് തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലിറ്റർ പോലും കിട്ടില്ല. അതൊക്കെയാണ് പെട്ടോരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വന്ന് പശുക്കളെ എടുക്കുക. നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും സകല വക കാര്യങ്ങളും നേരിട്ട് വന്ന് അല്ലെങ്കിൽ വ്യക്തമായി അണ്ണനോട് ചോദിച്ചതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ കോണ്ടാക്റ്റോടെ വിളിച്ച് പശുവിനെ കയറ്റി അങ്ങോട്ട് വിടുക. ചേട്ടൻ അതാ പറയില്ലേ, ഞാൻ പറഞ്ഞ് വിശ്വസിക്കണ്ട, ആൾക്കാർ പറഞ്ഞ് പശുവിന്റെ ഉടമസ്ഥൻ പറഞ്ഞ് വിശ്വസിക്കണ്ട. നിങ്ങൾ തൃപ്തിപ്പെട്ട് എടുത്താൽ മതി. നിങ്ങൾ ചെറിയൊരു എക്സ്പെൻസ് മുടക്കി ഇങ്ങോട്ട് വരാനായിട്ടെങ്കിലും ശ്രമിക്കുക. അതെ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങാം. വന്ന് നോക്ക്, ഒരു മാക്സിമം ഒരു 20-30 പശു കാണിച്ചു കൊടുക്കാം. പറ്റിയത് നിങ്ങൾ എടുത്താൽ മറ്റും മതി. അതന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് പിടിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞാൽ അത് മറ്റും പിടിച്ചു. നമ്മളൊരു ആളെ നിർബന്ധിക്കില്ല എന്നാണ് അണ്ണൻ പറയുന്നത് കേട്ടാ. ഇത് മൊത്തം ഓലോണ്ടുള്ളതാണല്ലോ അല്ലെ? ചൂട് കുറയ്ക്കാനാവും. ഇത് സിമെന്റ് സീറ്റ് ആട്ടാ. മേലെ ഓല ഇട്ടല്ലേ? ഓക്കെ, ചൂട് കുറവാണ് കേട്ടാ. ഓക്കെ, അപ്പൊ അണ്ണാ ഒരു കാര്യം ചെയ്താലോ, അത്യാവശ്യം വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ടല്ലോ അണ്ണാ. അതെ. അപ്പൊ നമ്മൾ പൊള്ളാച്ചി വരെയൊക്കെ വന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പൊ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അണ്ണന്റെ യൂട്യൂബ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫേസ്ബുക്കിന്റെ ഇതൊക്കെ കൊടുക്കാമല്ലോ നമുക്ക്. പിന്നെ അണ്ണന്റെ വാട്സ്ആപ്പ് നമ്പർ, കോൺടാക്ട് നമ്പർ, എല്ലാ വക സാധനങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അണ്ണ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഒരു ബൈ കൊടുത്തേ. ബൈ.